ഞാൻ റിസർച്ച് ചെയ്ത സമയത്ത് 18-ാമത്തെ വയസ്സിൽ കോഴിക്കോട് നിന്ന് വണ്ടി കയറി ഒരു എയിമിന് വേണ്ടിയിട്ട് പുറപ്പെട്ട ഒരു വ്യക്തിയാണ്. ഇന്നിപ്പം ഈ 2025 ബിഗ് അച്ചീവ്മെന്റ്സ് ആണ് ഞങ്ങൾ നോക്കുമ്പോൾ കാണുന്നത്. എങ്ങനെയാണ് ആ ഒരു ജേർണിനെ നോക്കി കാണുന്നത്? ആ ജേർണിനെ നോക്കിക്കാണുന്നത് എനിക്ക് ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിനോട് ഞാൻ എപ്പോഴും പറയുന്നത്, നമ്മൾ വെറും ഡ്രീം ചെയ്തിട്ട് പാഷൻ ഉണ്ടെന്ന് പറഞ്ഞത് കൊണ്ട് ഒരു അർത്ഥമില്ല. ആ പാഷനോട് നമുക്കൊരു ഹാർഡ് വർക്കും കമ്മിറ്റ്മെൻറ്റും വേണം. സോ ഐ വാസ് റിയലി ഫോക്കസ്ഡ്. എൻ്റെ ഒരു ജേർണിയിൽ ഞാൻ ഭയങ്കര ഫോക്കസ്ഡ് ആയിരുന്നു. കാരണം ഓരോ മേഖല എനിക്കതിൽ ഈ ഇൻഡസ്ട്രിയിൽ ഒരു ഗോഡ് ഫാദർ ഇല്ല. എൻ്റെ ഗോഡ് ഫാദർ ഞാൻ തന്നെയാണ്. അപ്പം അങ്ങനെ നമ്മളൊരു ഹാർഡ് വർക്ക് ചെയ്ത് നമ്മൾ അതിനോടൊരു കമ്മിറ്റ്മെൻ്റ് എടുത്തു. ഇഫ് യു ആർ ഫോക്കസ്ഡ്, റിയലി ഫോക്കസ്ഡ്, നമ്മൾ ആ പാഷൻ ചുമ്മാ വാക്കാലല്ലാതെ അത് ശരിക്കും ഹൃദയം തട്ടി പറയുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ അച്ചീവ് ഇറ്റ്. അതിന്റെ ഉദാഹരണം എസ്പെഷ്യലി ഞാൻ തന്നെ. അതെ, ഞാനാണ് എല്ലാത്തിനും ഉദാഹരണം. അപ്പൊ ചെറിയ നഗരമാണ് കോഴിക്കോട്. ഡാലു ബ്രോ ഇപ്പൊ 25 വർഷത്തോളം ആകുന്നു ഈ മേഖലയിൽ. അപ്പൊ കോഴിക്കോട് എന്ന് പറയുമ്പോൾ ഇപ്പോഴാണ് കുറച്ചെങ്കിലും ഈ ഫാഷനെയൊക്കെ സപ്പോർട്ട് ചെയ്ത് വന്നിട്ടുള്ളത്. ആ ടൈമിൽ ഭയങ്കര എന്താണ്, ആരും ഒന്നിനും സപ്പോർട്ട് ചെയ്യില്ല. എനിക്കൊന്ന് ഫാമിലിയുടെ സപ്പോർട്ടും വളരെ കുറവായിരുന്നു തോന്നുന്നു. എങ്ങനെയാണ് അങ്ങനെ അവിടുന്ന് കമ്മൂട്ട് ചെയ്തതെന്നാണ് ആദ്യം അറിയേണ്ടത്. ഞാൻ കാലിക്കറ്റിലാണ് വന്നത്. ലക്നൗ ഞാൻ പഠിച്ചു വളർന്നൊക്കെ ഊട്ടിയിലായിരുന്നു. സ്കൂളിംഗ് ഒക്കെ ഊട്ടിയിലായിരുന്നു. സോ ഊട്ടി കഴിഞ്ഞപ്പോൾ +2 കഴിഞ്ഞപ്പോൾ എന്തെന്നില്ല ചോദ്യത്തിന്, കാരണം വീട്ടുകാർക്ക് അന്ന് ഈ പറഞ്ഞതുപോലെ ഫാഷൻ ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ ഒരു അന്നൊക്കെ ഒരു ഫാഷൻ ഡിസൈനിങ് എന്ന് പറഞ്ഞാൽ തുന്നക്കട, തയ്യൽക്കട, സോറി അങ്ങനെയാണല്ലോ നിങ്ങളൊരു ഇതിൽ പറയും, തയ്യൽക്കട, അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ആയിരുന്നു. അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല, കാരണം അന്ന് അത്രയും ഉണ്ടായിരുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്നില്ല. അപ്പം വീട്ടുകാർക്കാണെങ്കിൽ MBBS ചേർത്തണം എന്നില്ല ഇതിൽ ഞാൻ +2 സെക്കൻഡ് ഗ്രൂപ്പ് എടുത്തിരുന്നത്. പക്ഷെ ഞാൻ അപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വളരെ ഫോക്കസ്ഡ് ആയിരുന്നു എനിക്ക് എന്ത് ചെയ്യണമെന്ന്. അങ്ങനെ ഞാൻ +2 ഹോട്ടൽ മാനേജ്മെൻറ്റിനാണ് ഞാൻ പിന്നെ പോയി ചേർന്നിരിക്കുന്നത്. കാരണം അച്ഛനൊരു ഹോട്ടലായിരുന്നാണ്, ഞങ്ങൾക്ക് ഹോട്ടൽ ലോഡ്ജൊക്കെ ആയിരുന്നു കാലിക്കറ്റിൽ. സോ ഡെഫിനറ്റ്ലി ആ ഒരു ഇതിനോട് അച്ഛൻ സമ്മതം മൂളുന്നില്ല കാര്യത്തിൽ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ വീട്ടിൽ പോയി അറിയാണ്ട് ഞാൻ പോയി എൻട്രൻസ് എഴുതുന്നു. ആശാൻ മെമ്മോറിയൽ ഹോട്ടൽ മാനേജ്മെന്റിന് പോയി എൻട്രൻസ് എഴുതി കിട്ടി. അങ്ങനെ ഞാൻ അങ്ങനെ ജോയിൻ ചെയ്തു. അവിടുന്ന് അത് ജോയിൻ ചെയ്തിട്ടും ഞാൻ തീർച്ചയായിട്ടും ഫാഷനിലേക്ക് എങ്ങനെയെന്നുള്ളത്, കാരണം അന്ന് കാലങ്ങളിലൊക്കെ നമുക്ക് ഈവനിങ് ക്ലാസ്സസ് എന്ന് പറയുന്നത് ഇല്ല. ഇവിടെ കേരളത്തിലൊന്നുമില്ല. അന്ന് ഉണ്ടായിരുന്നു വെറും ബാംഗ്ലൂർ, ചെന്നൈ അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഈവനിങ് ബാച്ച്, ഈ വർക്കിംഗ് ആൾക്കാർക്ക് പഠിക്കാനുള്ള ഒരാൾക്കാർ. സോ ഞാൻ ഹോട്ടൽ മാനേജ്മെന്റ് കഴിഞ്ഞ് ഞാൻ രാജിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഐ വാസ് ഡൂയിങ് മൈ ഇന്റേൺഷിപ്പ്. അപ്പം അങ്ങനെയാണ് ഞാൻ അവിടെ ഒരു ഫാഷൻ ഡിസൈനിങ് കോഴ്സിന് ജോയിൻ ചെയ്യുന്നതും അവിടെ അങ്ങോട്ട് എൻ്റെ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത്. ആക്ച്വലി ശരിക്കും ആരായിരിക്കും റോൾ മോഡൽ ഈ ഒരു ഫീൽഡിൽ? സത്യം അതിലേക്കൊരു എയിം ഇല്ല. ഞാൻ ചെറുപ്പത്തിലേ എനിക്ക് ഫാഷൻ എന്ന് പറഞ്ഞാൽ കളേഴ്സിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. ചെറുപ്പത്തിലൊക്കെ തന്നെ ഞാൻ എൻ്റെ ഒരു 8th 9th ഒക്കെ പഠിക്കുമ്പോൾ ഇപ്പോൾ ഒരു കല്യാണമൊക്കെ വരുമ്പോൾ എപ്പോഴും ഞാൻ വളരെ വ്യത്യസ്തമായി ഡ്രസ്സ് ചെയ്യാനും എൻ്റെ കളർ കോമ്പിനേഷൻ തന്നെ വളരെ വ്യത്യസ്തമായിരുന്നു. അപ്പോൾ അന്നൊക്കെ ആ കാലഘട്ടങ്ങളിലെന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊരു സിൽക്ക് എന്ന് പറയുമ്പോൾ വെറും ഒരു മെറൂണിഷ് റെഡും ക്രീമും വൈറ്റും, ഈ 3 സിൽക്ക് ഷർട്ട്സേ കാണാറുള്ളൂ. നമുക്ക് വേറെ കളേഴ്സ് ഒന്നും കിട്ടില്ല, വാങ്ങാനില്ല. എന്താണ് അവർ ആ സമയത്തെ ഞാനിടുന്നത്, എൻ്റെ കല്യാണത്തിന് കസിൻസിൻ്റെ ഒക്കെ കല്യാണം വരുമ്പോൾ ഞാനിടുന്നത് ലൈക്ക് മഞ്ഞ, ഓറഞ്ച്, നീല, വയലറ്റ്. കാരണം മമ്മീൻ്റെ എല്ലാ പട്ട് സാരി എൻ്റെ ഷർട്ടായിരിക്കും. ഒരു കല്യാണം വന്ന അറ്റ്ലീസ്റ്റ് ഒരു സാരി എൻ്റെ ഷർട്ടായിട്ട് മാറും. സോ ഐ തിങ്ക് എനിക്ക് ആദ്യം എനിക്ക് ഉള്ളിൽ ആ ഒരു എന്താ പറയുക, അതിനോടൊരു ക്രേവിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ഇങ്ങനെ ഇത്തരം കളേഴ്സിലൊക്കെ ഉള്ള ഷർട്ടൊക്കെ ഇടുമ്പോൾ ആളുകൾ എന്താ പറഞ്ഞിരുന്നത്? ഞാനത് ആ സമയങ്ങളിൽ ഞാൻ തീരെ മൈൻഡ് ചെയ്തിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സത്യം. ആക്ച്വലി ഐ ഡോണ്ട് കെയർ വാട്ട് പീപ്പിൾ തിങ്ക് അബൌട്ട് മീ, വാട്ട് പീപ്പിൾ ടോക്സ് അബൌട്ട് മീ. കാരണം ഞാൻ എന്നെ തന്നെ ഏറ്റവും അധികം സ്നേഹിക്കുന്നത്. ഞാൻ എന്നെ കഴിഞ്ഞിട്ട് ആരും സ്നേഹിക്കുന്നില്ല. എപ്പോഴും ഞാൻ എന്നും ഞാൻ മരിക്കുന്നവരെ ഞാൻ എന്നെ സ്നേഹിച്ചുകൊണ്ടായിരിക്കും മരിക്കുന്നത്. അതിനെക്കൊണ്ട് ആരും എന്ത് പറയുന്നില്ല, എന്നെ ബോധർ ചെയ്യുന്ന കാര്യമേ അല്ല. പിന്നെ ഇപ്പോൾ ആരും എന്താ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഡാലു കൃഷ്ണദാസ് എന്ന് പറഞ്ഞ വ്യക്തിൻ്റെ ലൈഫിൽ എൻ്റെ ഒരു ഹാപ്പിനെസ് എന്ന് പറഞ്ഞപ്പം
വേറൊരാളെ മുഖത്തൊരു പുഞ്ചിരി കൊണ്ടുവരുന്നതായിരിക്കും ആണ് എൻ്റെ ഒരു ഹാപ്പിനെസ്. ഞാൻ കാരണവശാൽ ഒരാൾക്ക് സന്തോഷം കിട്ടുന്നതായിരിക്കില്ല, ആർക്കും അതൊരു ഹാപ്പിനെസ് തന്നെയാണ്. തീർച്ചയായിട്ടും. ഇപ്പൊ ഒരു വ്യക്തി എൻ്റെ ഒരു പോസ്റ്റിൻ്റെ ഇടയിൽ വന്നിട്ട് നല്ലതായിക്കോട്ടെ ചീത്തയായിക്കോട്ടെ ഒരു പോസ്റ്റിൻ്റെ ഇടയിൽ വന്നിട്ട് ഒരു കമന്റ് എഴുതാൻ ആ വ്യക്തിന്റെ ജീവിതത്തിൽ ഒരു സെക്കൻഡ് ടൈം എടുത്തിട്ടാണല്ലോ വന്ന് എഴുതുന്നത്. അതെ അതെ അതാണല്ലോ അങ്ങേക്ക് കിട്ടുന്ന ഒരു ഹാപ്പിനെസ്, ആ വ്യക്തിക്ക് കിട്ടുന്ന ഹാപ്പിനെസ്. അതെ. അതാണ് അത് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് അതാണ് ആയിട്ടും എൻ്റെ ഒക്കെ ഹാപ്പിനെസ്. ഹാപ്പിനെസ് അതാണ് ഡാലു കിട്ടുന്നുണ്ട്. കൃഷ്ണദാസിന്റെ ഹാപ്പിനെസ്. ഓക്കെ സോ സ്പ്രെഡ് ലവ്. ഓക്കെ. അപ്പം ലവ് എന്ന് പറഞ്ഞപ്പോ എന്നെ തന്നെ ഇഷ്ടപ്പെടുന്നെന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ല ഇല്ല എന്നുള്ളത് തോന്നുന്നു. ഇല്ല, Why? ഞാൻ എന്നെ തന്നെ സ്നേഹിച്ച് കഴിയുമ്പോൾ ഞാൻ ആരെയും സ്നേഹിക്കാൻ പറ്റും. ഞാൻ അമ്മേനോട് പോലും പറയും, മമ്മീനോട് പോലും, മമ്മി ഞാൻ എന്നെ സ്നേഹിച്ചിട്ട് ഞാൻ മമ്മീനെ പോലും സ്നേഹിക്കുന്നു. സ്നേഹിക്കുന്നുള്ളൂ. അല്ല, ചോദിച്ചിട്ടില്ല ആ കല്യാണം കഴിക്കുന്നതിനെ പറ്റി? ആരും ഫാമിലിയിൽ ആരും ചോദിച്ചില്ല. ചോദിച്ചിട്ടില്ല? അങ്ങനെ ഒരു ഐഡിയ ഇല്ല? ഐഡിയ ഇല്ല. ഇല്ല. No, so no one can match with my wavelength. വേവ് ലെന്തിന് ഒത്ത ആള് വന്നിട്ടില്ല എന്നുള്ളതാണോ? അതോ വന്നിട്ടില്ല, വരൂല്ല, താല്പര്യം വരൂല്ല എന്നൊന്നും പറയല്ലേ? ഇനി ആരെങ്കിലും വന്നാലോ ലൈഫിലേക്ക്? നോ. ഇല്ല. മീൻസ് എങ്ങനെയുള്ള ഒരു ഇൻ കേസ് അങ്ങനെ എങ്ങനെയുള്ള ആളെ നോക്കുന്നത്? ചിന്താഗതി ഞാൻ പറഞ്ഞില്ല, ഞാൻ എന്നെ സ്നേഹിച്ച് ഒരു സമയം കഴിയുമ്പോഴല്ലേ വേറൊരാളെ സ്നേഹിക്കാൻ പറ്റുള്ളൂ. അതിന് സമയമില്ല. ഐ എം കംപ്ലീറ്റ്ലി ഫിൽഡ് വിത്ത് മൈ ലവ്. ഞാൻ സെൽഫ് അഡ്മയർ ചെയ്യും എന്നെ. ഞാൻ എൻ്റെ ഓരോ രാവിലെ എണീച്ചാൽ ഞാൻ ആദ്യം കണ്ണാടിയിൽ നോക്കിയിട്ട് ഞാൻ പറയുന്നത്, ബേബി യു ആർ സോ ബ്യൂട്ടിഫുൾ, യു ആർ സോ ലൈക്ക് എമേസിങ്. ദൈവത്ര. അപ്പൊ അത് കഴിഞ്ഞിട്ട് വേറെ എവിടെ സമയം, വേറെ എവിടെ ഒരു സ്ഥലം ഇല്ല എൻ്റെ ഹൃദയത്തില്? സ്ഥലമില്ല. ഇൻ കേസ് എന്റെ ഒരു അവിടെ മനസ്സമാധാനം ചോദ്യം വരുന്നില്ല. ഞാൻ എന്റെ ഒരു ആഗ്രഹത്തിന് ചോദിച്ചോട്ടെ. ഡാലു ബേബിക്ക് ഒരു പെൺകുട്ടിയെ ഇഷ്ടമാകണമെങ്കിൽ എന്തായിക്കോട്ടെ, ഒരാളെ ഇഷ്ടമാകണമെങ്കിൽ എന്തായിരിക്കും പ്രത്യേകം ശ്രദ്ധിക്കുന്നത്? അല്ലെങ്കിൽ എങ്ങനെയുള്ള ആളായിരിക്കും? അറിയില്ല, എനിക്ക് അങ്ങനെ എൻ്റെ മമ്മീനെ പോലും ഞാനൊരു ഷീ ഈസ് മൈ ബാക്ക് ബോൺ. പക്ഷെ ആ ഒരു സ്നേഹവും ഞാൻ പറഞ്ഞില്ല, ഞാൻ എന്നെ സ്നേഹിച്ചു കഴിഞ്ഞിട്ട് മമ്മീനെ പോലും സ്നേഹിക്കുന്നുള്ളൂ. അപ്പം പിന്നെ സിമി ആ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിൽ ഒരു അർത്ഥമില്ല. ഞാനാണ് പെട്ട് നിൽക്കുന്നത്. എനിക്ക് മീൻസ് എനിക്കൊരു ആൻസർ കിട്ടുന്നുണ്ടോ ചോദിച്ചാൽ ഇല്ല എന്നാണ്. എന്നാ ആൻസർ ആണെന്ന് ചോദിച്ചാൽ ആൻസർ ആണെന്ന്. അതാണ് ആൻസർ. അതാണ് ആൻസർ. ഏതൊരു വ്യക്തിനെ ചോദിച്ചാലും വ്യക്തി പറയാം എൻ്റെ അമ്മയാണ് ഇഷ്ടം, അച്ഛനാണ് ഇഷ്ടം, ഭാരത ചില കപ്പിൾസിനോട് എൻ്റെ ഭാര്യ. എനിക്ക് എന്നെ ഇഷ്ടം, അത് കഴിഞ്ഞിട്ട് എൻ്റെ അമ്മ പോലും ഉള്ളൂ. അല്ല, പലരും ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് എനിക്ക് എന്നെ ഇഷ്ടം എന്ന്. പക്ഷെ ഇത്ര സ്ട്രോങ് ആയിട്ട് ഒരാൾ പറയുന്ന ആദ്യമായിട്ടാ. അതാണ് നമുക്ക് ആ ഒരു അതാ ഞാൻ പറയാൻ കാരണം. സി ദാറ്റ്സ് വൈ ഡാലു ഇസ് ഡിഫറെന്റ് ഫ്രം അതേഴ്സ്. ഇപ്പം അതിനൊരു ഹൃദയത്തിലൊരു ഗ്യാപ്പ് വരുമ്പോഴല്ലേ ആ ഗ്യാപ്പിലേക്ക് ഒരാളെ സ്നേഹിക്കാൻ പറ്റുള്ളൂ. അതില്ല, ഞാൻ ഫീൽഡ് വിത്ത് മീ മൈസെൽഫ്. അതെ. ഓക്കെ. അപ്പം ലൈഫിൽ ലവ് റിലേഷൻഷിപ്പ് ഇല്ലെങ്കിലും ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവും. എപ്പോഴും കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന ഒരു ഫ്രണ്ട് ആരായിരിക്കും? എനിക്ക് അങ്ങനെ ഒരാളെന്ന് പറയാൻ എനിക്ക് കുറേ ഫ്രണ്ട്സ് ഇല്ല. ലൈക്ക് 2-3 ഫ്രണ്ട്സ് ഹൂസ് റിയലി ക്ലോസ് ടു മൈ ഹാർട്ട് എന്ന് പറയുന്ന അങ്ങനെ 2-3 പേരുണ്ട്. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.